നീ എനിക്കെതിരെ സാക്ഷി പറയും അല്ലേ? കൊന്നുകളയും നിന്നെ ഞാൻ. തൊട്ടുപോരുത്, ഇത് കോടതിയാ. കോടതി മുറ്റത്ത് വെച്ച് വാദിഭാഗം സാക്ഷിയെ കയ്യേറ്റം ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ജയിലിൽ പോവേണ്ടി വരും. ഇവളെ കൊന്നിട്ടേ ഞാൻ ജയിലിൽ പോവും. നിങ്ങൾ ആരാചാരോ? കൊല്ലട്ടെ ചേച്ചി, എന്നെ കൂടി കൊന്നാലേ ഇവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ കൊല്ലട്ടെ. സച്ചിയേട്ടനും നെല്ലിശ്ശേരി വീടിനും വേണ്ടി ഇവരുടെ കൈകൊണ്ട് മരിക്കാനും എനിക്ക് മടിയില്ല. ആരാടി നിന്റെ ഈ സച്ചിയേട്ടൻ? എനിക്കെതിരെ സാക്ഷി പറയാൻ നിന്നെ കൊണ്ടുവന്നത് അവന്റെ ബുദ്ധിയാണോ? ഇവരുടെ ആരുടെയും ബുദ്ധിയല്ല, എന്റെ തീരുമാനമാ. ഓ, ഇത്രയും കാലം നിങ്ങൾ ആ വീടിനെയും അവിടെ ഉള്ളവരെയും ദ്രോഹിച്ചു. ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല. അവർക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തേ പറ്റൂ. നിയമത്തിന്റെ വഴിയിലൂടെ നിങ്ങളുടെ കയ്യിന്ന് ഞാൻ അത് തിരിച്ചു വാങ്ങി കൊടുത്തിരിക്കും. കൂടപ്പിറപ്പിന്റെ ജീവൻ എടുത്തവളെന്ന പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനാ ഇതുവരെ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഇനി ആ ദയം ദാക്ഷിണ്യൊന്നും നിന്നോടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നാ നിങ്ങൾ എന്നോട് ദയയും ദാക്ഷിണ്യൊക്കെ കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്നെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? കൂടപ്പിറപ്പാണ് പോലും. നാണമില്ലേ നിങ്ങൾക്ക് ആ വാക്ക് പറയാൻ? നെല്ലിശ്ശേരിക്കാരോടുള്ള നിങ്ങളുടെ അടങ്ങാത്ത പക തീർക്കാനല്ലേ നിങ്ങൾ എന്നെ ഉപയോഗിച്ചത്? അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ എന്റെ നിലപാട് മാറ്റി, അത്രേ ഉള്ളൂ. എന്താ പ്രശ്നം? അനഘ ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. അനഘയെ കൊല്ലും പോലും. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിങ്ങക്ക് അത്ര ധൈര്യം? എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ. മാഡം വരൂ മാഡം, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് പോവാം. ഇന്ന് നീ കാണിച്ചേനെ നീ അനുഭവിക്കും, നോക്കിക്കോ. ഓ, അത് ഞാൻ അനുഭവിച്ചോളാമേ. മാഡം ഇപ്പൊ ചെന്നാട്ടെ. മോനെ, കുറച്ചു മുൻപേ പർദ്ദയിട്ടൊരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു. പർദ്ദയിട്ട പെൺകുട്ടിയോ? ആ, അത് നിന്റെ ഏതോ കൂട്ടുകാരന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്ത് അനാവശ്യമായി കാണിക്കുന്നത്? അയ്യോ സോറി, എനിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാ. സോറി 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 സോറി.